ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകുന്ന എല്ലാവരെയും ഞാൻ ഈശ്വര നാമത്തെ ആശ്രയിക്കുന്നു. ജോലി, വീട്, വിവാഹം, ബാങ്ക്, പരീക്ഷ, പഠനം, ഇൻ്റർവ്യൂ, സ്ഥലമെടുപ്പ്, സ്ഥലം അളപ്പ്, വീട് വെക്കൽ, അപേക്ഷ കൊടുക്കൽ, ഇങ്ങനെ ആശുപത്രി പോക്ക്, ടെസ്റ്റ്, അതുപോലെ തന്നെ ബയോപ്സി, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നിൻ്റെ ദൈവപദത്തിൽ നീ പോകുന്നുവോ, കം വിത്ത് യു വേറെവർ യു ഗോ. നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. നല്ല കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി നിൻ്റെ കൂടെ വരികയും നിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ആശീർവദിക്കുകയും നീ അറിയാത്ത അവിചാരിതമായ അപകടങ്ങൾ, ആകസ്മിക സങ്കടങ്ങളിൽ നിന്ന്
കർത്താവ് നിൻ്റെ യാത്രയുടെ ലക്ഷ്യത്തെ സംരക്ഷിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വാഗ്ദാനം പ്രാപിക്കാനുള്ള പ്രക്രിയയുടെ ഒന്നാം ഘട്ടമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. എന്താണത്? ചെങ്കടൽ കടക്കുക. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ സീനായ് മരുഭൂമിയാണ്. സീനായ് മരുഭൂമിക്കും നമ്മുടെ ഈ നമ്മുടെ ഉടമ്പടിയിലും ഇപ്പം സീനായ് മരുഭൂമിയില്ലേ, മരുഭൂമികൾ പലപ്പോഴും പല മരുഭൂമികളും നമ്മളായിട്ട് ഉണ്ടാക്കുന്നതാണ്. മരുഭൂമികൾ വെച്ച് കഴിഞ്ഞാൽ മരുഭൂമി എന്നുകൊണ്ട് എന്താണ്? നമുക്ക് നമ്മുടെ ലക്ഷ്യം ഇങ്ങനെ നീണ്ടു പോവുകയും നമ്മുടെ പ്രയാണം സ്ലോ ഡൗൺ ആക്കുകയും ചെയ്യുന്ന ഘടകങ്ങൾ, അതാണ് ഈ മരുഭൂമിയുടെ ഒരു പ്രത്യേകത. ലക്ഷ്യം നീണ്ടുപോകുന്നു. ലക്ഷ്യം നീളുക മാത്രമല്ല, നമ്മുടെ മുന്നേറ്റം സ്ലോ ഡൗൺ ആക്കും. അതിൻ്റെ ഒരു കാരണം, അതിൻ്റെ വരുന്ന വിഷയം, അതുകൊണ്ടല്ല ഈ മരുഭൂമി 40 വർഷമൊക്കെ അവരെടുക്കണില്ലേ. 40 വർഷം എടുക്കാതെ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു. ബൈബിൾ ഇടയ്ക്കിടയ്ക്ക് ഇവനെ ഓർപ്പിക്കും, നീ ബേസിക്കായിട്ട് അഹങ്കാരിയാണ്, അതുകൊണ്ട് നിന്നെ എളിമപ്പെടുത്ത ഈ യഹൂദനായതുകൊണ്ട് വലിയ ഇന്ത്യക്കാരെ വല്ല ആണെങ്കിൽ 40 വർഷം എടുക്കത്തില്ല. ഇന്ത്യക്കാർ ഞാൻ ഈജിപ്തിൽ നിന്ന് ഇസ്രയേലിലോട്ട് പുറപ്പെട്ടു പോയ പാർട്ടിയെ വല്ല ഇന്ത്യക്കാരനെ വല്ല വരുന്ന കൊണ്ടിട്ട് അവന് 40 വർഷം എടുക്കത്തില്ല. കാര്യം ഇന്ത്യക്കാരന് പൊതുവെ അഹങ്കാരം കുറവാണ്. ആവശ്യം വല്ലവരും വല്ല ഗെയിം അടിക്കുന്നല്ലാതെ ഈ ബ്ലഡിൽ അഹങ്കാരം ഇല്ല. അത് നമ്മളുടെ പ്രകൃതിയും പിന്നെ നമ്മുടെ ഒരു ആധ്യാത്മികതയും എല്ലാം കൂടി എൻ്റെ അകത്ത് ഉണ്ട്. എൻ്റെ അകത്ത് ഒരു സംശയം, അത് നിശ്ചയിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത്? നിങ്ങൾ ഏറ്റവും ചെറിയ ഗണമായത് കൊണ്ടാണെന്ന് പറഞ്ഞില്ലേ? നിയമാവർത്തനം 7:7. നിയമാവർത്തനം 7:7. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളെക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നതുകൊണ്ടല്ല, നിങ്ങൾ മറ്റെല്ലാ ജനതകളെയും ചെറുതായിരുന്നു. പഴയ നിയമത്തിലെ നിരീക്ഷണത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അത് മോസസാണ് എഴുതിയിരിക്കുന്ന കാരണമാണ് മോസസിന് ആ ഒരു രീതി ഒരു പെർസ്പെക്റ്റീവിൽ അത് ആ ഒരു ആംഗിളിൽ അത് അവതരിപ്പിക്കുന്നത്. മറ്റുള്ള ജനങ്ങളെക്കാൾ ഇവർ അഹങ്കാരികളായിരുന്നു. അതാണ് ഒരു കാര്യം. അതാണ് ഈ ജനതയെ ലോകത്തിലുള്ള എല്ലാ ജനതകളെക്കാളും അഹങ്കാരത്തിൽ കൂടുതലുള്ള ഒരു വർഗം. അതുകൊണ്ടാണ് ഇവരിൽ പ്രവർത്തിച്ച് വിജയിച്ച ബാക്കിയുള്ളവർക്കെല്ലാം ആപ്ലിക്കബിൾ ആവും. ഈ മരുഭൂമിയിൽ ഒന്നാമത്തെ മെസ്സേജ് എന്ന് പറയുന്നത് നിയമാവർത്തനം 2 എടുത്തേ. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഈ എളിമപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അതാണ് ഞാൻ അഹങ്കാരം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ നമ്മളെ ഉടമ്പടിയിൽ എല്ലാ വാഗ്ദാനം പ്രാപിക്കുമ്പോൾ, ഉടമ്പടി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒന്നാം ഘട്ടം ഇന്നലെ നമ്മൾ കണ്ടു. എന്താണ്? പാപം അതായത് പാപം കഴുകിക്കളയണം. പാപകരമായ ലൈഫ്, സംസാരം, ചെയ്തികൾ എല്ലാത്തിൽ നിന്നും ഗുഡ് ബൈ പറയണം. വാഗ്ദാനം പ്രാപിക്കാനുള്ള രണ്ടാം ഘട്ടം എന്താ? ഈ മരുഭൂമിയാണ്. എന്തിനാണത്? എളിമപ്പെടുത്താനാണ്. മരുഭൂമിയിൽ നമുക്കൊരു ഒരു വിഷയം, നമ്മുടെ മുന്നേറ്റം
സ്ലോ ഡൗൺ ആവുകയും നമുക്ക് നടന്നു തീർക്കാനുള്ള ഇടങ്ങൾ നീണ്ടുപോവുകയും ചെയ്യുമ്പോൾ മരുഭൂമിയാവും. എപ്പോഴാണ് മരുഭൂമി ഉദയം ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് നടന്നു തീർക്കാനുള്ള ദേശം നീണ്ടു പോവുകയും നമ്മുടെ മുന്നേറ്റം വളരെ സ്ലോ ഡൗൺ ആവുകയും ചെയ്യുമ്പോൾ ആണ് മരുഭൂമി ഉണ്ടാകുന്നത്, നീണ്ടു പോണത്. അപ്പോഴെന്താ ചെയ്യേണ്ടത്? എളിമപ്പെടണം. എന്തിനാണ് എളിമപ്പെടണമെന്നറിയാവോ? ചിലർക്കൊക്കെ അവർക്ക് മറ്റുള്ളവർ അടിച്ചേൽപ്പിച്ച ലക്ഷ്യങ്ങൾ തലേക്കൊള്ളും. മറ്റുള്ളവർ അടിച്ചേൽപ്പിച്ച ലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആരാണ് നിന്നെ, ഞാൻ ചിലപ്പോൾ സമയത്ത് ചോദിക്കുവേ, എന്നോട് ഈ ആൾക്കാരിനെ കാണാൻ വരുമ്പോൾ ഞാൻ ചോദിക്കും, ചിലരോട് പറയത്തില്ലേ, അച്ഛാ സ്ഥലം വിൽക്കണമെന്ന് പറയും, വീടും സ്ഥലം വിൽക്കണമെന്ന് പറയും. അപ്പം ഞാൻ ഉടനെ അവരോട് ചോദിക്കുവേ, ഈ ആശയം ആരാണ് ആദ്യം പറഞ്ഞതെന്ന് ചോദിക്കും. അത് ഞാൻ തന്നെയാണ് പറഞ്ഞത്. നീ ഇങ്ങനെ സ്ഥലവും വീടും വിൽക്കാൻ വേണ്ടി കൃപാസനത്തിൽ വന്ന കാര്യം ആർക്കൊക്കെ അറിയാം? അതെനിക്കേ അറിയാൻ പാടില്ല. അവൾക്ക് അത് വിറ്റ് തുലച്ച് അവൾക്ക് കിട്ടിയ കാശം മേടിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിന് പോയി അവിടെ കണ്ട ആമ്പിള്ളേരോട് പറഞ്ഞു വെച്ചേക്കുന്ന ചെറുക്കനോട് ലൈനടിച്ച് അവളവിടെ കാര്യം മാത്രമേ ഉള്ളൂ. വേറെ ആരുടെ പ്രശ്നം, ആരും തൂങ്ങിയാലും ഒരു പ്രശ്നമില്ല. അപ്പോൾ വീട്ടുകാർ പോലും അറിയാതെ തന്നെ വീട് സ്ഥലം വിൽക്കാൻ വേണ്ടി ഉടമ്പടി എടുത്തിരിക്കണേ. ഈ ആശ എവിടുന്ന് കിട്ടി? അതെല്ലാം സ്വയംകൃത ചരിത്രമാണ്. സ്വയംകൃതം. ഈ സ്വയംകൃത നിയോഗക്കാരാണ് മരുഭൂമിയിലൂടെ കടന്നു പോണ പലപ്പോഴും. ഈ ആശയത്തിൻ്റെ അന്തസത്ത എങ്ങനെയാണ് അത് ഉരുത്തിരിഞ്ഞത്? അതിൻ്റെ ലക്ഷ്യം എന്താണ്? ആർക്കാണ് ഇതിൻ്റെ ബെനഫിറ്റ്സ്? ആരാണ് ഇതിൻ്റെ ബെനഫിഷ്യറി? ബെനഫിഷ്യറി. ഇതിൻ്റെ ബെനഫിഷ്യറി വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആർക്കും അവകാശപ്പെട്ടതോ? ഞാൻ ഇങ്ങനെ 100,000 ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ വരും. അപ്പം ഞാൻ അവരോട് ചോദിക്കും, അത് കാര്യം എന്താണ്? ഇത് നടക്കത്തില്ലെന്ന് എനിക്കറിയാം. പിന്നെ ഇങ്ങനെ ഉടമ്പടി പുതുക്കി പോകാനേ പറ്റത്തുള്ളൂ. നടക്കാത്ത ലക്ഷ്യങ്ങൾ വെക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പള്ളക്കടിക്കണ, മറ്റുള്ളവരെ ചതിക്കുഴിപ്പെടുത്തണ ഒരു സാധനം ദൈവം അംഗീകരിക്കത്തില്ല. അപ്പം മരുഭൂമി ആരുണ്ടാക്കണം? നമ്മളുണ്ടാക്കണം. അതേ ഞാൻ പറഞ്ഞത്. അതിനെന്താ മാർഗം? ആ ലക്ഷ്യത്തിൽ നിന്ന് നേരെ യൂട്ടേൺ എടുക്കുക. അതിന് എളിമ വേണം. നമ്മൾ മുന്നോട്ട് പോയ ഒരു സാധനമില്ലേ, അതിൽ നിന്ന് നമ്മൾ ഒരു നിമിഷം പിന്നാക്കം പോകണം. പിന്നാക്കം പോകുമ്പോൾ എന്തൊരു അതിനാണ് എളിമപ്പെടുന്നത് പറയണത്. നമ്മൾ എടുത്ത കടുത്ത നിലപാടുകളെ, അത് നമ്മുടെ അഹങ്കാരത്തിന് സൂപ്പ് കഴിക്കണ പോലെയുള്ള ഗുണമാണ് ഉണ്ടാക്കിയിരിക്കണേ. അതിൽ നിന്ന് നമ്മൾ യൂട്ടേൺ എടുക്കുന്നത്. യൂട്ടേൺ എടുക്കുമ്പോൾ ചോദിക്കരുത് നമ്മൾ അയ്യോ തെറ്റിപ്പോയെന്ന് പറയാനോ മറ്റുള്ള അറിയാനോ നമുക്ക് താല്പര്യമില്ല. അപ്പോൾ എന്താണ് നമുക്ക് അഹങ്കാരം ഉള്ളതുകൊണ്ടാണ്. പക്ഷേ സമ്മതിച്ചുകൊണ്ട് നമ്മൾ പിന്നോട്ട് മാറിയ അതിനെ എളിമപ്പെടുന്നു പറയും. മരുഭൂമിയിലൂടെ ആ മരുഭൂമി നീണ്ടു പോകുമ്പോൾ ഓർക്കണം, ലക്ഷ്യം ചേഞ്ച് ചെയ്യണം നല്ലതായിരിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പേര് റൈസി പീറ്റർ. ഇതെൻ്റെ മകൻ ജോൺ സ്റ്റീൻസ്, മകൻ്റെ ഭാര്യ ജിസ്ന. ഞങ്ങൾ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട രൂപതയിലെ വെള്ളാനി സെൻറ്റ് ആൻ്റണീസ് ചർച്ച് ഇടവകയിൽ നിന്നാണ്. ഈ പരിശുദ്ധമായ മണ്ണിൽ നിൽക്കുന്നതിനും അമ്മയുടെ സാന്നിധ്യമുള്ള ഈ അൾത്താരിൽ കയറി സാക്ഷ്യം പറയാൻ അനുവദിച്ചതിനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഈശോ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട പരിശുദ്ധ അമ്മ ഈശോയും ഞങ്ങളുടെ ജീവിതത്തിൽ നേടിത്തന്ന അനുഗ്രഹങ്ങളെപ്പറ്റി സാക്ഷ്യപ്പെടുത്താനാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2019 ഫെബ്രുവരിയിലാണ്. ഞാനൊരു സ്കൂൾ അധ്യാപികയായിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്തു. CBSE സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറുടെ ഇൻഫ്ലുവൻസ് മൂലമാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയാനും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും
കാരണമായത്. അങ്ങനെ 2019 ഏതാണ്ട് ഒരു വർഷക്കാലം ഉടമ്പടിയിലായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. കാരണം പ്രാർത്ഥന മാത്രമേ ഉണ്ടായുള്ളൂ, പ്രവൃത്തികളൊന്നും ഉണ്ടായിരുന്നില്ല, അതുപോലെ വിശ്വാസവും ഉണ്ടായിരുന്നില്ല കാര്യമായിട്ട്. അങ്ങനെ 2019 ശേഷം കൊറോണ വന്നപ്പോൾ ഏതാണ്ട് ഉടമ്പടി പൂർണ്ണമായിട്ടും നിലച്ചുപോയി. പിന്നീട് എൻ്റെ ജീവിതത്തിൽ മാതാവിൻ്റെ ഒരു ഇടപെടലുണ്ടായത്, മകൻ്റെ വിവാഹം നടക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി ജീവിതം അവസാനിപ്പിച്ചെങ്കിലും സാക്ഷ്യം കേൾക്കുന്നത് നിർത്തിയിരുന്നില്ല. അങ്ങനെ സാക്ഷ്യം കേൾക്കുന്നത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 24 മണിക്കൂർ എന്ന് പറഞ്ഞോണം എപ്പൊക്കെ എന്ത് പണി ചെയ്യുമ്പോഴും എന്ത് അടുക്കളയിൽ എവിടെയായിരുന്നാലും സാക്ഷ്യം കേൾക്കുമായിരുന്നു. അങ്ങനെ സാക്ഷ്യം കേട്ട് എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. എനിക്ക് മനസ്സിലായി കൃപാസനത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട് ധാരാളം അനുഗ്രഹങ്ങൾ ഇവിടെ ഇറങ്ങി നടക്കുന്നുണ്ട്, ധാരാളം അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം 2024 നവംബറിൽ ഞാനൊരു ഉച്ചയ്ക്ക് ഒരു 5 മിനിറ്റ് കിടക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ സ്കൂളിൽ ജോസഫച്ചൻ വന്ന് ഒരു പ്രെയർ മീറ്റിങ്ങിന് വരുന്നു. ആ പ്രെയർ മീറ്റിങ്ങിന് വരുമ്പോൾ അച്ഛൻ ഹാളിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഞാനവിടെ നിന്നു. അച്ഛനെ കാണാൻ, അച്ഛനോട് പറയണം എൻ്റെ നിയോഗം എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അച്ഛൻ അങ്ങനെ പ്രെയർ ഹാളിലേക്ക് കടക്കുമ്പോൾ എന്നെ ഒന്ന് നോക്കി. ഞാൻ അപ്പം അച്ഛനോട് ഇങ്ങനെ ഒരു ആവശ്യം എൻ്റെ ഒരു നിയോഗം പറഞ്ഞു. അച്ഛനൊന്നും പറഞ്ഞില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു ഡേറ്റ് മാതാവ് തന്നു. ജൂൺ 7 എന്നൊരു ഡേറ്റ് തന്നു. അത് ഞാൻ എല്ലാവരോടും, വീട്ടിലും എല്ലാവരോടും പറഞ്ഞു, സ്കൂളിൽ എല്ലാവരോടും പറഞ്ഞു. അതിനുശേഷം ആരെന്നോട് ചോദിക്കുമ്പോൾ മകൻ്റെ വിവാഹത്തെപ്പറ്റി ചോദിക്കുമ്പോൾ അവന് 27 വയസ്സിൽ വിവാഹം ആലോചിച്ച് തുടങ്ങി, 30 വയസ്സാകാറായി, ഇനി പെണ്ണ് കിട്ടില്ല എന്ന് അവനും ഉറപ്പിച്ചു, എല്ലാവരും ഉറപ്പിച്ചു. അപ്പോൾ പിന്നെ ഞാൻ എല്ലാവരും എന്നെ ടെൻഷൻ അടിപ്പിക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് ടെൻഷനില്ല, മാതാവ് ഒരു ഡേറ്റ് തന്നിട്ടുണ്ട് ജൂൺ 7, അതിനുശേഷം ഇനി നമുക്ക് ടെൻഷൻ അടിക്കാമെന്ന് പറയുമായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കി ഒരു പ്രാവശ്യം. അങ്ങനെ ആദ്യത്തെ പുതുക്കലിന് ശേഷം ജൂൺ 7 മുൻപായി എൻ്റെ മകൻ്റെ കല്യാണം ഉറപ്പിച്ചു. ഓഗസ്റ്റ് 24, 2025 ഓഗസ്റ്റ് 24 വിവാഹം മംഗളകരമായിട്ട് അമ്മ നടത്തിത്തന്നു. അമ്മ നല്ലൊരു മകളെ നൽകി അവനെ അനുഗ്രഹിച്ചു. ലൂക്ക 18:27 അങ്ങനെ അന്വർത്ഥമായി ഞങ്ങളുടെ ജീവിതത്തിലും മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് എൻ്റെ ഈ ഉടമ്പടി ജീവിതത്തിൽ സംഭവിച്ച അടുത്തൊരു സാക്ഷി എന്ന് പറയുന്നത്, ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തു. 2025 24 ജപമാല റാലിയിൽ പങ്കെടുത്തു. അതും എൻ്റെ ഈ ടീച്ചറുടെ തന്നെ ഒരു ഇൻഫ്ലുവൻസ് മൂലമാണ്, നിർബന്ധം മൂലമാണ് വന്നത്. അങ്ങനെ വന്ന് പങ്കെടുത്തതിന് ശേഷം എനിക്കന്ന് വരുമ്പോൾ കാലിൽ വെരിക്കോസിൻ്റെ ശല്യമുണ്ടായിരുന്നു. കാലുകളിൽ ഞരമ്പ് വന്ന് വീർത്ത് ചൊറിച്ചിലൊക്കെ ആയിരുന്നു, കാലുവേദന ഭയങ്കരമായിരുന്നു. എങ്കിലും ഞാൻ വിചാരിച്ചു നടന്ന് എൻ്റെ കാല് ഒടിഞ്ഞു പോകും, 3 കഷ്ണമാകുമെന്ന് ഞാൻ വിചാരിച്ചു, അത്രമാത്രം വേദനയായിരുന്നു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ഈ ജപമാല റാലിക്ക് നടന്നതിന് ശേഷം എനിക്ക് പിന്നീട് ഇന്ന് വരെ ആ ഒരു അസുഖം എന്നെ ശല്യപ്പെടുത്തിയിട്ടില്ല. ഞാൻ പരിപൂർണ്ണ സൗഖ്യമുള്ളവളായി. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. പിന്നീട് എൻ്റെ കാലിൽ ആണിരോഗം ഉണ്ടായിരുന്നു. ഒരു 2 വർഷമായിട്ട് പല മരുന്ന് ഉപയോഗിച്ചു, മാറിയില്ല. അതിനുശേഷം മാതാവിൻ്റെ ഉടമ്പടി തല ഉപയോഗിച്ച് അതും മാറ്റിത്തന്നു, മാതാവ് മാറ്റിത്തന്നു. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ മുമ്പും കുർബാന മുടക്കാറില്ല. കുമ്പസാരം 15 ദിവസം കൂടുമ്പോൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബൈബിൾ വായന ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും ഈശോയുടെ സ്നേഹത്തെ പ്രതിയല്ല, അങ്ങനെ വായിക്കണം ആ ഒരു ഇതിൽ റുട്ടീൻ പോലെ ചെയ്തിരുന്നു. പക്ഷേ ഈ ഉടമ്പടിക്ക് ശേഷമാണ് ഇതിൻ്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാക്കി ഈശോയുടെ സ്നേഹത്തോടെ ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. ചൊവ്വാഴ്ചകൾ ഉടമ്പടി ധ്യാനവും കൂടാറുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ പിന്നത്തെ ഈ ഉടമ്പടി റാലി മാല റാലിക്ക് ശേഷം കൂടുതൽ ആത്മീയതയിൽ വളർന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ പത്രം എല്ലാ വീട്ടിലും കൊണ്ടുപോയി വീടുകൾ കയറി ഇറങ്ങി കൊടുക്കുമായിരുന്നു. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കൂടെ ഇരിക്കുന്നവർക്ക് കൊടുക്കുമായിരുന്നു. അതിൽ ഇരുമ്പടി തൈലം പുരട്ടി കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഈ ഉടമ്പടി പത്രം കൊടുത്തിരുന്നത്. ഉടമ്പടി പത്രം കൊടുക്കാനായിട്ട് ആദ്യം എനിക്ക് ഭയങ്കര മടിയായിരുന്നു, ഭയങ്കര നാണക്കേടായിരുന്നു. പക്ഷേ അച്ഛൻ്റെ ധ്യാനത്തിൽ സ്റ്റാറ്റസ് ഡൗൺ ചെയ്യില്ലെങ്കിൽ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്കത് സാധിച്ചു. ഇപ്പോൾ അധികം മടിയൊന്നുമില്ലാതെ, ഇനിയും അതിൽ വളരേണ്ടതുണ്ട് എങ്കിലും അധികം മടിയില്ലാതെ എനിക്ക് വീടുകൾ കയറി ഇറങ്ങി പത്രം കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. മാതാവിന് ഒരുപാട് നന്ദി. അതുപോലെ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത് ഞങ്ങളുടെ വീടിനടുത്ത് ഒരു അഭയഭവനുണ്ട്, കിടപ്പ് രോഗികളുടെ. ആഴ്ചയിലൊരു ദിവസം അവിടെ പോയി അവരെ സഹായിക്കും. അവരെ കുളിപ്പിക്കാനും വസ്ത്രം കഴുകാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെ സഹായിക്കും. അതുപോലെ സാമ്പത്തികമായിട്ട് സഹായിക്കും. അനാഥാലയങ്ങളിലും അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കൊക്കെ പൈസ കൊടുത്ത് എന്നെക്കൊണ്ടാകുന്ന പൈസകൾ കൊടുത്ത് ഞാൻ സഹായിക്കും.
ഇതെല്ലാം ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ഇനിയുള്ള എൻ്റെ പ്രാർത്ഥന, എൻ്റെ ഈ മകനും ഇപ്പോൾ ഉടമ്പടിയിലാണ്. എൻ്റെ പ്രാർത്ഥന പ്രഭാഷകൻ 36:5-6 വചനങ്ങളാണ്. കർത്താവെ, ഞങ്ങളങ്ങേ അറിഞ്ഞതുപോലെ ഇവരും അങ്ങേ അറിയാൻ ഇടയാക്കണമേ. അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് എല്ലാവരും മനസ്സിലാക്കട്ടെ. കർത്താവെ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. ഇതാണ് എൻ്റെ പ്രാർത്ഥന. ഇനിയുള്ള കാലവും ഉടമ്പടി ജീവിതം നയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് മാതാവ് ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു. നന്ദി. ഞാൻ എൻ്റെ മകന് 2 വാക്ക് സംസാരിക്കാൻ കൊടുക്കും. എൻ്റെ പേര് ജോൺ. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനുള്ള ഫലമായി എനിക്ക് ഒട്ടും വിചാരിക്കാതെ കറക്റ്റ് ഞാൻ മനസ്സിൽ വിചാരിച്ച പോലൊരു വധുവിനെയാണ് എനിക്ക് കിട്ടിയത്. അതനുസരിച്ച് ഇപ്പോൾ എനിക്ക് നല്ലൊരു വിശ്വാസം വന്നു. ഞാനപ്പോൾ ഞാനും ഈ 1 മാസം മുന്നേ ഞാനും ഉടമ്പടി എടുത്തിട്ടുണ്ട്. എല്ലാം ചെയ്തു തന്ന മാതാവിന് നന്ദി പറയുന്നു. ഇന്നത്തെ കാലത്ത് വളരെയധികം അമ്മമാർ മക്കളുടെ വിവാഹം കഴിയാതെ വിഷമിക്കുന്നുണ്ട്. എന്ത് ക്വാളിറ്റീസ് മക്കൾക്ക് ഇല്ലെങ്കിലും അവർക്ക് വിശ്വാസം ഇല്ലെങ്കിലും മാതാവിനോട് അമ്മമാർ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത് സാധ്യമാകുമെന്നൊരു സജഷനും കൂടിയും എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ തരികയാണ്. നന്ദി. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. റൈസി എന്ന അമ്മ തൻ്റെ മകനോടും മകൻ്റെ വൈഫിനോടും ചേർന്ന് ഇവിടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റ് പറയുമ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിത ഭാരം, ജീവിത സങ്കടങ്ങളെ ലഘൂകരിച്ചതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണിത്. അമ്മയ്ക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ ഈശോയുടെ ഒരു തിരഞ്ഞെടുപ്പാണിത്. നാം ഓരോരുത്തരും ഇവിടെ വരുന്നതും പ്രാർത്ഥിക്കുന്നതും. പരിശുദ്ധ അമ്മ നമ്മെക്കുറിച്ച് അതിയായി ആഗ്രഹിക്കുന്നത് ഒന്ന് തന്നെയാണ്. എല്ലാവരും നിത്യതയിലേക്ക് ഈശോയോടൊപ്പം ആയിരിക്കാനാണ് പരിശുദ്ധ അമ്മ നമ്മെക്കുറിച്ച് സ്വപ്നം കാണുന്നത്. അങ്ങനെ ജോസഫ് അച്ഛൻ്റെ ഒരു സ്വപ്ന ദർശനത്തിലൂടെയാണ് അമ്മയ്ക്ക് കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടുവാനും ഉടമ്പടി ജീവിതം തനിക്ക് യോജ്യമാണ്, അത് ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കണം എന്നുള്ള ബോധ്യം ഈ ടീച്ചറിനെ റൈസിക്ക് വന്നത്. മകൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു അസാധ്യമായി എന്ന് തോന്നിയപ്പോൾ കുടുംബത്തോടൊപ്പം ഇതിനി സാധ്യമല്ല എന്ന് ഒരു ചിന്തിച്ച് ഉറച്ച സങ്കടത്തിൽ ജീവിക്കുമ്പോഴാണ് ഒരു ഉടമ്പടി ഒരു സാധ്യതയായി കടന്നു വന്നത്. അവരാഗ്രഹിച്ച തരത്തിലുള്ള ഒരു ജീവിത പങ്കാളിയെ മകന് ലഭിക്കുകയും മകൻ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് പരിശുദ്ധ അമ്മയോടും ഈശോയോടുമുള്ള സ്നേഹം വ്യക്തമാക്കുകയും ചെയ്ത് അവരിന്ന് ഉടമ്പടിയിലാണ്. അതുപോലെ തന്നെ അവർക്ക് റൈസിക്ക് വേരിക്കോസ് വെയിൻ വളരെ ശക്തമായ പെയിനായിരുന്നു. അതിൽ നിന്നും ജപമാല റാലിയിലൂടെ വളരെയധികം നിൽക്കുമ്പോഴും നടക്കുമ്പോഴാണ് വേരിക്കോസ് വെയിൻ വളരെ ശക്തമായി പെയിൻ ഉണ്ടാകുന്നത്. പക്ഷേ അമ്മയ്ക്ക് സൗഖ്യം നൽകിയത് ആ ജപമാല റാലിയിൽ അത്രയും സമയം 14 കിലോമീറ്ററോളം നടന്ന് പരിശുദ്ധ അമ്മയുടെ ജപമാല അർപ്പിച്ചപ്പോഴാണ് അമ്മയ്ക്ക് സൗഖ്യമുണ്ടായെന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ആണിരോഗവും അതുപോലെ നേർച്ച വസ്തുക്കളുടെ ശക്തമായ ഉപയോഗത്തിലൂടെ അവർക്ക് സൗഖ്യമുണ്ടായി. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് തന്നെയാണെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിൻ്റെ നിക്ഷേപം എവിടെയാണോ അവിടെയാണ് നിൻ്റെ ഹൃദയം. നിൻ്റെ നിക്ഷേപം ആരാണ്, എന്താണെന്ന് ഈ ഉടമ്പടിയിലൂടെ നാം പഠിക്കുകയാണ്, അറിയുകയാണ്. ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയും കാരുണ്യ പ്രവൃത്തികളിലൂടെയും എപ്പോഴും ഈശോയുടെ വിശപ്പും ദാഹവും നമുക്ക് മനസ്സിലാക്കുവാനും ഒരു കാതം മുന്നോട്ട് നടക്കുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അസാധ്യതകളെ സാധ്യതകളാക്കുന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയ്ക്കും ഈശോയുടെ അനുഗ്രഹത്തിനും നല്ല ഒരു കയ്യടി നൽകി റൈസിയുടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.